ബന്ധപ്പെടാനുള്ള നമ്പറും കൂടി ഒന്ന് കൊടുത്താൽ മതി. രണ്ട് നമ്പർ. പൊന്നാനിയിൽ നിന്ന് അഭിഭാഷകർ അട്ടപ്പാടിയിൽ വന്നതാണ്. അപ്പോൾ അട്ടപ്പാടിയെപ്പറ്റി മനസ്സിലാക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനും പറ്റിയ ഒരാളുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അദ്ദേഹത്തിന് ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. ഈ ഗ്രീഷ്മം എന്ന് പറഞ്ഞ ഹോം സ്റ്റേ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അട്ടപ്പാടിയെ പറ്റിയിട്ട് ഇത്ര കാര്യങ്ങൾ അറിയും, എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇതെല്ലാം അദ്ദേഹത്തോടെ തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മളെ കൂടെ വന്നുള്ള ആൾക്കാർ നമ്മളെ പൊന്നാനിലെ അഭിഭാഷകർ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളും അട്ടപ്പാടിയെ പറ്റി പറയാൻ തികച്ചും യോഗ്യനായുള്ള സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ സാറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സാർ തന്നെ പറയൂ അട്ടപ്പാടിയെ പറ്റിയിട്ട് എന്താണ് സാർക്ക് പറയാനുള്ളത്? അപ്പോൾ സാറിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ സാർ ആരാണെന്നുള്ളത് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ പേര് കൃഷ്ണഗിരീശൻ എന്നാണ്. ഞാൻ ആദ്യം 17 വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്നതാണ്. ഇന്ത്യൻ ആർമിയിൽ നിന്നും ഈ പറഞ്ഞ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ 1984 നടന്നിട്ടുള്ള ഇന്ദിരാഗാന്ധി അസാസിനേഷൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ പങ്കെടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഇടയിൽ ഫേസ് ടു ഫേസ് അറ്റാക്കിൻ്റെ ഇടയിൽ എൻ്റെ വലത് കാലിന് മുട്ടിന് അതിക്രൂരമായി പരിക്കേൽക്കുകയും അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം അതിന് കമ്പേഷൻ ഗ്രൗണ്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം കേരള വനം വകുപ്പിൽ ഫോറസ്റ്ററായിട്ട് ചേർന്നിട്ട് 36 വർഷം അതിലും ഇത് ചെയ്തു. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് DFO ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അതിനുശേഷം എനിക്കൊരു ബുദ്ധി തോന്നിയാണ് അട്ടപ്പാടിയിൽ ഇതേമാതിരി ഒരു ഹോം സ്റ്റേ നടത്തിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഹോം സ്റ്റേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇതേമാതിരി തന്നെ എനിക്ക് ഗുരുവായൂരുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഗുരുവായൂരും ഒരു ഹോം സ്റ്റേ ഉണ്ട്. കാരണം അട്ടപ്പാടിയിൽ തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അട്ടപ്പാടി ഏരിയയിൽ 13 വർഷം ഫോറസ്റ്റിലെ റേഞ്ച് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ടൂറിസം ഇവിടെ നല്ല രീതിയിൽ നടക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ക്ലൈമറ്റ് കൂൾ ക്ലൈമറ്റാണ്. ഈ നല്ല തണുപ്പാണ് എപ്പോഴും. സന്ദർശകർക്ക് കാണാൻ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ട്. ഈ അയ്യപ്പനും കോശി സിനിമ അതേമാതിരി ഒരുപാട് മലയാളത്തിലും തമിഴിലും ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുന്ന് മുള്ളി വഴി നമ്മൾ ഊട്ടിക്ക് പോവുകയാണെങ്കിൽ 69 കിലോമീറ്റർ ഉള്ളൂ ഈ ചാവടിയൂരിൽ നിന്ന് മുള്ളി വഴി ഊട്ടി പോകാൻ. അത് നല്ലൊരു മുള്ളി ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാടായി. അവിടുന്ന് ഊട്ടിക്ക് പോകാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ ആർമിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട ഈ വൂണ്ടഡായിട്ട് എനിക്ക് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടാണ് ഞാൻ ആർമിയിൽ നിന്ന് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ കാര്യം ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് വളരെ കൃത്യമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ സാറ് പറഞ്ഞ പോലെ ആ ഗൈഡിൻ്റെ കൂടെ മൊത്തം അട്ടപ്പാടി മുഴുവൻ ഒന്ന് കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി. ഇന്നലെ ഞങ്ങൾ താമസിച്ചു ഇവിടെ. ഇതാണ് ഒരു ഏരിയ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മലകളും ഇതൊക്കെ ഇന്ന് രാവിലെ നിറയെ മയിലുകളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഭാഗത്ത് പോയി കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ സാറ് പറഞ്ഞ പോലെയുള്ള ഒരു ഗൈഡിൻ്റെ കൂടെ മൊത്തം അട്ടപ്പാടിയെ കാണാനുള്ള ഒരു ടൈമാണ് ഇപ്പോൾ. ഏകദേശം ഒരു 10:30 മണിയായി സമയം. അത് നമ്മുടെ കൂടെ വന്നുള്ള ആൾക്കാർ ഇത് ഇവിടെയാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്. ഇതാണ് ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഹോം സ്റ്റേ ഇതാണുള്ളത്. AC വീടുകളാണ്, AC ഒക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ക്ലൈമറ്റിൽ ACയുടെ ആവശ്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു സാർ. നമ്മളെ കൂടെ സപ്പോർട്ട് ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.